സിനിമാ പ്രേമികളുടെ തറവാട്ടിലേക്ക് ഒരു യാത്ര. പെട്ടെന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് അല്പം അമ്പരപ്പുണ്ടാക്കുമെങ്കിലും ഈ സ്പോട്ട് ഏതെന്ന് അറിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇത് സമ്മതിച്ചു തരേണ്ടി വരും. ഇത് ഞങ്ങളുടെ തറവാട് തന്നെയെന്ന് ബിൽഡപ്പ് അല്പം കൂടുതലാണെന്നറിയാം. അപ്പോൾ യാത്ര എങ്ങോട്ടാണെന്ന് നിഖിൽ പ്രമേഷ് പറഞ്ഞു തരും. ഓവർ ടു നിഖിൽ പ്രമേഷ്. നമ്മൾ ഈ മലയാള സിനിമേൻ്റെ ഒരു തറവാടെന്നൊക്കെ അറിയപ്പെടുന്ന വരിക്കാശ്ശേരി മന നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ എന്തിനാ നമ്മൾ വേറെ സ്ഥലത്തേക്ക് വന്ന് പ്രാവശ്യം ഇപ്പോൾ വരിക്കാശ്ശേരി മന ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സിനിമ ലൊക്കേഷൻ ശരിയിലുള്ള നമുക്ക് പോയേക്കാം. അപ്പോൾ വരിക്കാശ്ശേരി മന. അങ്ങനെ റൈഡിംഗ് റിപ്പോർട്ടർ മലയാളിയുടെ സിനിമാ തറവാടായ വരിക്കാശ്ശേരി മനയ്ക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇതൊരു ഭംഗിയുള്ള കാഴ്ചയാണല്ലേ. ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ രാപ്പകലിലെ പാട്ടൊക്കെ പോകാതെ കരിയിലെ കാറ്റേ പോകാതിന്നാലിലക്കുരുവി, അങ്ങനെ എത്ര പാട്ടുകൾ നമുക്ക് ഓർമ്മ വരും. എത്ര മനോഹരമായ സീനുകൾ നമുക്ക് ഓർമ്മ വരുമല്ലേ. ഈ മനയ്ക്ക് ഏതാണ്ട് 180 മുതൽ 200 വർഷം വരെ പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും നമുക്ക് മനയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. പക്ഷെ മുകളിലേക്കൊക്കെ കയറുന്നതിന് നിയന്ത്രണമുണ്ട്. പക്ഷെ നമുക്ക് നിയന്ത്രണമല്ല. നമുക്ക് ആ മുകളിലത്തെ കാഴ്ചകൾ കാണാം, മനോഹരമായിട്ടുള്ള കുളം കാണാം, പത്തായപ്പുര കാണാം. അങ്ങനെ പൂർണ്ണമായും ഈ വരിക്കാശ്ശേരി മനയെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ആയിരത്തി 1987 പുറത്തിറങ്ങിയ തീർത്ഥം എന്ന സിനിമയാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ഷൂട്ട് ചെയ്തത്. പക്ഷെ അല്പം കൂടി ശ്രദ്ധ കിട്ടിയത് ദേവാസുരം എന്ന സിനിമയായിരുന്നു. അതിനുശേഷം പക്ഷെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സൂപ്പർ ഹിറ്റായ സിനിമകളടക്കം ഏതാണ്ട് 200ഓളം സിനിമകൾ ഈ വരിക്കാശ്ശേരിയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും അത് ഭംഗിയായി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരിക്കാശ്ശേരി മന മലയാളികൾക്കൊരു വികാരമാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നത് കാണാൻ വേണ്ടി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. ഗുരുവായൂരിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നേരത്തെ നിങ്ങൾ വന്നിട്ടുണ്ടോ? ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? മുന്നേ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇപ്പോൾ കണ്ടപ്പോഴും സിനിമയിൽ കാണുന്ന അതേ ഇതായിട്ട് നല്ല രസമായി തോന്നുന്നുണ്ട്. അതന്നെ പല സിനിമയുടെ ഷൂട്ടിങ്ങും ആ സിനിമകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സിനിമകളിലൊക്കെ കണ്ട അതെ നമ്മുടെ ഇപ്പോഴത്തെ ഫിലിമിനെ കമ്പയർ ചെയ്തത് പണ്ടത്തെ ഫിലിമിലൊരു നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന കുറേ സീനുകൾ ഉണ്ടല്ലോ. അത് ഇവിടെ വരുമ്പോൾ അതൊരു റിയാലിറ്റിയിൽ കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ മനയുടെ ഒരു ഭംഗി അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. മക്കൾക്കൊന്നും ഈ പഴയ രീതിയിലുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അവർക്ക് കാണുമ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. വരിക്കാശ്ശേരി മനയുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ ഒരു നടുമുറ്റം ഈ മനയുടെ തന്നെ ഒരു ഹൈലൈറ്റ് ആണ്. കാരണം എല്ലാ മുറികളിൽ നിന്നും എവിടെ നിന്നാലും കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ നടുമുറ്റം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരുന്നോടി പോരുമ്പ പൂക്കൊമ്പത്താടുന്നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി പോലെയുള്ള പാട്ടുകൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. മഴക്കാലത്തൊക്കെയാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി. ഇവിടേക്ക് ഇങ്ങനെ നേരിട്ട് വെള്ളമൊക്കെ വീഴുമ്പോൾ എന്തൊരു രസമായിരിക്കും അല്ലേ. എന്തായാലും ഈ നടുമുറ്റം ഈ വരിക്കാശ്ശേരി മനയുടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ 2ാം നിലയിലേക്ക് സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ അവരുടെ അനുവാദം വാങ്ങിയ ശേഷം ഈ 2ാം നിലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 2ാം നിലയും ഒരുപാട് സിനിമകളിലൊക്കെ കണ്ട് പരിചിതമായി തന്നെയാണ്. വിശാലമായിട്ടുള്ള മുറികളാണ്, അതാണ് പ്രത്യേകത. ഇപ്പം നമുക്ക് ഈ മുറി കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര വിശാലമായ മുറിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു മറ്റൊരു മുറി കൂടിയുണ്ട്. അതിനകത്ത് തന്നെ ഒരു ചെറിയ ശുചിമുറിയുണ്ട്. ഇനി നമുക്ക് നേരെ അപ്പുറത്ത് ഭാഗത്തുള്ള മുറികളിലേക്ക് പോകാം. ഇനി ഇവിടെയൊക്കെ നിൽക്കുമ്പോഴൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ഈ നടുമുറ്റം നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലാണ് ഓരോ മുറികളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിനി അപ്പുറത്തേക്ക് പോകാം. ഈ ഹാളുകൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ കാരണം അന്നത്തെ പഴമക്കാരൊക്കെ പറയുന്നത്, ഇപ്പോൾ ഒരുപാട് ആളുകൾ താമസിക്കുന്ന വീടാകുമ്പോൾ 74 മുറികൾ ഉണ്ടായിട്ടും കാര്യമില്ല, എല്ലാവർക്കും മുറി കിട്ടണമെന്നില്ല. അപ്പോൾ അവരൊക്കെ ഇവിടെ ഒരുമിച്ചാണ് പായൊക്കെ വിരിച്ച് രാത്രിയിൽ കിടക്കാറെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു രസമായിരിക്കും പഴയ കാലത്ത് ആളുകളങ്ങനെ ഒരുമിച്ച് ഉണ്ട് കഴിഞ്ഞ് ഉറങ്ങുന്നതൊക്കെ. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയായിരിക്കും അല്ലേ. ഇതും കഴിഞ്ഞ് ഇതൊരു വലിയ വിശാലമായൊരു ഹാളാണ്. അതും കൂടി കഴിയുമ്പോഴാണ് ഏറ്റവും മനോഹരമായ ഒരു വ്യൂ. അത് ഈ വരിക്കാശ്ശേരി മനയുടെ
മുകളിലത്തെ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്നാൽ നമുക്ക് ഭംഗിയായിട്ട് ഈ വരിക്കാശ്ശേരി മനയുടെ ഒരു പുറം ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഈ പുറം ഭാഗം എന്ന് മാത്രമല്ല, നമുക്ക് ഈ പത്തായപ്പുര, അതോടൊപ്പം തന്നെ 2 പത്തായപ്പുരകളുണ്ട്, 2 പത്തായപ്പുരയും കാണാൻ കഴിയും. ഈ കുളക്കടവും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ചിറക്കൽ ശ്രീഹരി ഈ കുളക്കടവിൽ ഇരുന്ന് മദ്യപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ ഭാഗത്താണ്. ഒരുപാട് സിനിമകൾക്ക് പശ്ചാത്തലമായ ഒരു കുളം തന്നെയാണ്. വലിയ വിശാലമായ കുളമാണ്. കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് ചാടി കുളിക്കാനൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു കുളമാണ്. അതും ഈ വരിക്കാശ്ശേരി മനയുടെ ഭാഗം തന്നെയാണ്, ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ വളരെ ഭംഗിയായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. പക്ഷേ സഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങളുണ്ട് വരിക്കാശ്ശേരി മനയെക്കുറിച്ച്. എന്തായാലും വിഷമത്തോടു കൂടിയാണെങ്കിൽ ഇവിടുന്ന് മടങ്ങുകയാണ്. നമുക്കതിനുള്ള സമയമായി. ഇനി ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വരണം, ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണം, ചിത്രങ്ങളൊക്കെ എടുക്കണം, അങ്ങനെ സന്തോഷമായിട്ട് മടങ്ങിപ്പോകണം. എന്തായാലും റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക് പോവുകയാണ്. നമുക്ക് വീണ്ടും കാണാം അടുത്ത ദിവസം. അതെ, മലയാള സിനിമയുടെ തറവാട്, ഇഷ്ട ലൊക്കേഷൻ, ഭാഗ്യ ലൊക്കേഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഇടമാണ് വരിക്കാശ്ശേരി മന. പക്ഷേ ഇപ്പം നമ്മുടെ സിനിമയുടെ സിറ്റിങ്ങും ഒക്കെ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ നഗരങ്ങളിലേക്കൊക്കെ മാറിയപ്പോൾ വരിക്കാശ്ശേരി മന അത്രത്തോളം അങ്ങനെ പ്രമേയത്തിൽ വരുന്നില്ല, പശ്ചാത്തലമായി വരുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഒരു 360 ഓൾ റൗണ്ട് വ്യൂ ആയിരുന്നു വരിക്കാശ്ശേരി മനയുടെ. ഒപ്പം നിഖിലിൻ്റെ പാട്ടും കൂടിയായപ്പോൾ അത് മനോഹരമായി ഒരുപാട് സിനിമകളിലെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു. സ്വാഭാവികമായി അവിടെ പോകുമ്പോഴും അത് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. നമ്മൾക്ക് പ്രിയപ്പെട്ട താരങ്ങളൊക്കെ അവിടെ നടന്ന് അഭിനയിച്ചൊക്കെ ആയിരിക്കും വരിക.